ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MT എൻട്രൻസ് എക്സാമിനേഷൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മാത്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് ഫുള്ള് കംപ്ലീറ്റ് ആയില്ല. ഇപ്പോൾ CS-ൻ്റെയാണ് കണ്ടിന്യൂസ് ചെയ്യുന്നത്. മാത്സ് ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 71. പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോറിതം ഇസ് ഓപ്ഷൻ A Venn diagram, ഓപ്ഷൻ B histogram, ഓപ്ഷൻ C ER diagram ആൻഡ് ഓപ്ഷൻ D ഫ്ലോ ചാർട്ട്. ആൻസർ ഓപ്ഷൻ ഡി ഫ്ലോ ചാർട്ടാണ്. ആൽഗോറിതമിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഫ്ലോ ചാർട്ട്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് വെൻ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം ആൻഡ് ER ഡയഗ്രാം. വെൻ ഡയഗ്രാം ഒരു രണ്ട് എൻറ്റിറ്റിയുടെ സെറ്റ് ഓഫ് എൻറ്റിറ്റിയുടെ ലോജിക്കൽ റിലേഷൻ ആണ് ഷോ ചെയ്യുന്നത്. അതാണ് വെൻ ഡയഗ്രാമിൻ്റെ ഡെഫിനിഷൻ. ഇറ്റ് ഷോസ് ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ സെറ്റ് ഓഫ് ഐറ്റംസ്. നെക്സ്റ്റ് ഓപ്ഷൻ histogram. Histogram is a type of chart that shows the frequency distribution of data points across a continuous range of numerical values. Next one, ER diagram. ER diagram ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ ചാർട്ടാണ്. ഇത് എൻറ്റിറ്റീസ്, പീപ്പിൾ, ഒബ്ജക്റ്റ്, കോൺസെപ്റ്റ്സ് ഇതൊക്കെ എങ്ങനെയാണ് ഓരോന്നും റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ER ഡയഗ്രാം. പിന്നെ അൽഗോറിതമിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഫ്ലോ ചാർട്ടാണ്. അതാണ് ആൻസർ. Question number 72. C++ programming language follows. Option A procedural programming, option B object oriented programming, option C both A and B, and option D neither A nor B. C++ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് പ്രൊസീജിയറലും സപ്പോർട്ട് ചെയ്യും, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ C++ ഒരു ഹൈബ്രിഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിൽ രണ്ടും തന്നെ ഫോളോ ചെയ്യും. പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അതേ സമയത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ആണ്. പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഒരു ലാർജ് പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതാണ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു 7 കോൺസെപ്റ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഒബ്ജക്ട്സ്, സെക്കൻഡ് വൺ ക്ലാസസ്, തേർഡ് വൺ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻക്യാപ്സുലേഷൻ, ഫോർത്ത് വൺ ഇൻഹെറിറ്റൻസ്, ഫിഫ്ത്ത് വൺ പോളിമോർഫിസം, സിക്സ്ത് വൺ ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് സെവൻത്ത് വൺ മെസ്സേജ് പാസിങ്. ഇതിൻ്റെ ഡെഫിനേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം, ബിക്കോസ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഇസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യത്തില്ല. ബട്ട് ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിന് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കിട്ടും. ആൻഡ് ഈ ഒബ്ജക്ട്സ് ആണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റത്തിൻ്റെ ബേസിക് റൺ ടൈം എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്ട്സ് ഒരു പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലേസ്, ഒരു ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു ടേബിൾ ഓഫ് ഡേറ്റ, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐറ്റത്തിനെ വന്ന് ഈ ഒബ്ജക്റ്റ് റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ ഇത് ഒബ്ജക്റ്റാണ്. പിന്നെ ഈ ഒബ്ജക്റ്റിൽ ഡേറ്റ പിന്നെ ഫങ്ഷൻസ് ഇത് രണ്ട് ഒബ്ജക്റ്റിൽ ഉണ്ടാവും. അതാണ് ഡേറ്റേനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻ ഒബ്ജക്റ്റ് കണ്ടെയ്ൻസ് ബോത്ത് ദ ഡേറ്റ ആൻഡ് ദി ഫങ്ഷൻ വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ദി ഡേറ്റ. നെക്സ്റ്റ് വൺ ക്ലാസസ്. ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. ഇതിൽ അതിനായ സ്വന്തം ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷൻസൊക്കെ കാണും. അത് നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഡേറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫങ്ഷൻസിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ C++ലെ ക്ലാസ് ആണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റ് എന്ന് പറയുന്നത്. എ C++ ക്ലാസ് ഇസ് ലൈക്ക് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റ് പോലെയുള്ളതാണ് ക്ലാസ്സസ്. Next one, data abstraction. It refers to the act of representing essential features without including the background details or explanation. Next one, data encapsulation. Wrapping up of data and functions into a single unit is known as encapsulation. ഇപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിലുള്ള ഡേറ്റ മെമ്പർ ഓർ മെമ്പർ ഫങ്ഷൻസ് ക്ലാസ്സിൻ്റെ ഔട്ട്സൈഡ് ഉള്ള ആൾക്ക് അത് എടുക്കാൻ പറ്റത്തില്ല, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൺലി ക്ലാസ്സിൻ്റെ അകത്തുള്ള ഫങ്ഷൻസിന് മാത്രമാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഡേറ്റ എൻക്യാപ്സുലേഷൻ. ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് മെമ്പർ ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് മെമ്പേഴ്സ് എല്ലാം ഒരേ ഇതിൽ ഹോൾഡ് ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡേറ്റ എൻക്യാപ്സുലേഷൻ. നെക്സ്റ്റ് വൺ ഇൻഹെറിറ്റൻസ്. C++ൽ നമ്മൾ ഒരു ക്ലാസ്സിലുള്ള ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വേറൊരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് 2 ടൈപ്പാണ് ഉള്ളത്. ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്, ബേസ് ക്ലാസ് ഉണ്ട്. ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ
ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കൂലേ, അതാണ് ഡിറൈവ്ഡ് ക്ലാസ്. പിന്നെ നമ്മൾ ഏത് ക്ലാസ്സിൽ നിന്നാണോ ഡിറൈവ് ചെയ്യുന്നത് ആ ക്ലാസ്സാണ് ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ്സിനെ ചൈൽഡ് എന്നും പറയും. നെക്സ്റ്റ് വൺ പോളിമോർഫിസം. പോളിമോർഫിസം ഇസ് ദ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓരോ ഇൻസ്റ്റൻസിലും നമ്മളിപ്പോൾ ഓരോ ഇൻപുറ്റിന് ബേസ് ചെയ്ത് അതിൻ്റെ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് പോളിമോർഫിസം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ആഡ് ഫംഗ്ഷൻ ഉണ്ട്. ആഡ് ഫംഗ്ഷനിൽ ഇൻറ്റീജറാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് ആഡ് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് നമുക്കതിൻ്റെ സം കിട്ടും. ബട്ട് നമ്മൾ ഇൻറ്റീജർ കൊടുക്കാത്ത ക്യാരക്ടേഴ്സാണ് ഓർ സ്ട്രിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് രണ്ടും കോൺകാറ്റിനേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ രണ്ടിലും അതിൻ്റെ ഓപ്പറേഷൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, ഒന്ന് കോൺകാറ്റിനേഷൻ, ഇന്നൊന്ന് അഡീഷൻ. അപ്പോൾ ഇതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓരോ ഓപ്പറേഷൻ തന്നെ ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ് കാണിച്ചാൽ അത് പോളിമോർഫിസമാണ്. നെക്സ്റ്റ് വൺ ഡൈനാമിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് റൺ ടൈം കമ്പൈൽ ടൈമിൽ നീഡ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ അല്ലെങ്കിൽ ഡൈനാമിക് ബൈൻഡിങ് ഹാപ്പൻസ് വെൻ ഓൾ ഇൻഫർമേഷൻ നീഡഡ് ഫോർ ഫങ്ഷൻ കോൾ കനോട്ട് ബി ഡിറ്റർമൈൻഡ് അറ്റ് കമ്പൈൽ ടൈം. നമ്മളിപ്പോൾ കമ്പൈൽ ടൈമിൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ കോളിൻ്റെ ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ല, അത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് ഡൈനാമിക് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് ഹാപ്പൻസ് വെൻ ഓൾ ഇൻഫർമേഷൻ നീഡഡ് ഫോർ ഫംഗ്ഷൻ കോൾ കനോട്ട് ബി ഡിറ്റർമൈൻഡ് അറ്റ് കമ്പൈൽ ടൈം. നെക്സ്റ്റ് വൺ മെസ്സേജ് പാസിംഗ്. നമ്മൾ ഇവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഉണ്ട്, സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. ആ ഒബ്ജക്ട്സ് എല്ലാം ഈച്ച് അതർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് മെസ്സേജ് പാസിങ്. ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന് മെസ്സേജ് പാസ് ചെയ്യുന്നത്, ഡേറ്റാസ് പാസ് ചെയ്യുന്നത്, ഓർ വേറെ ഒബ്ജക്റ്റിൽ നിന്ന് ഡേറ്റാസ് എടുക്കുന്നത്, ഇൻഫർമേഷൻ എടുക്കുന്നത്, ഇതാണ് മെസ്സേജ് പാസിങ്. An object oriented program consists of a set of objects that communicate with each other. Question number 73. Which of the following is used to convert high-level language to machine-level language? Option A, compiler. Option B, macros. Option C, operating system. And option D, loader. ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായി കാണും. ബിക്കോസ് അതിലുള്ളത് ഒരേ ഒരു ട്രാൻസ്ലേറ്ററാണ്, ബാക്കിയെല്ലാം ട്രാൻസ്ലേറ്റേഴ്സ് അല്ല. അപ്പോൾ ആൻസർ കമ്പൈലറാണ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് ആൻസർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇതിൻ്റെ ആൻസർ കമ്പൈലറാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രാൻസ്ലേറ്റേഴ്സ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ഓർ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സിനൊക്കെ മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ദേ കൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ദി മെഷീൻ ലാംഗ്വേജ്. ബട്ട് നമ്മളിപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജൊക്കെ യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് ഈ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജ് എല്ലാം കൺവേർട്ട് ചെയ്യും. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. മൊത്തം 3 ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ അസംബ്ലർ, സെക്കൻഡ് വൺ ഇൻ്റർപ്രിറ്റർ ആൻഡ് തേർഡ് വൺ കമ്പൈലർ. അസംബ്ലേഴ്സിന് അസംബ്ലി ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അസംബ്ലർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ അസംബ്ലർ നിമോണിക് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ഇൻ്റർപ്രിറ്റർ. സി പ്രോഗ്രാമിൽ മാക്രോസ് എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്സ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് സിംബോളിക് കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ സിൻടാക്സ് ഹാഷ് ഡിഫൈൻ എന്നൊരു കീവേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഇൻ്റർപ്രിറ്റർ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷേ ലൈൻ ബൈ ലൈൻ ഓരോ ലൈനായിട്ടാണ് ഈ ഇൻ്റർപ്രിറ്റർ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ കമ്പൈലറും ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു സ്റ്റെപ്പിൽ ഫുള്ളും കൺവേർട്ട് ചെയ്യും. ഇത് ഇൻ്റർപ്രിറ്ററിനും കമ്പൈലറിനുള്ള ഒരു ഡിഫറൻസ് ഇതാണ്. ഇൻ്റർപ്രിറ്റർ ലൈൻ ബൈ ലൈനെ കൺവേർട്ട് ചെയ്യത്തുള്ളൂ. കമ്പൈലർ 1 സ്റ്റെപ്പിൽ മൊത്തം കൺവേർട്ട് ചെയ്ത് കൊടുക്കും.
സി പ്രോഗ്രാമിലെ മാക്രോസ് എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്സ് ആണ്. ഇതിൽ നമ്മൾ സിംബോളിക് കോൺസ്റ്റൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വാല്യൂസിന് ഒരു ഷോർട്ട് കട്ട് പോലെ, ഷോർട്ട് ഹാൻഡ് പോലെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത് ഹാഷ് ഡിഫൈൻ എന്ന കീവേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഹാഷ് ഡിഫൈൻ നമ്മൾ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ ബിഫോർ പ്രോസസ്സിങ്, ആ കോഡ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത് മുന്നേ തന്നെ പ്രീ പ്രോസസ്സർ ഇതെല്ലാം കമ്പൈൽ ചെയ്ത് എടുക്കുക, എന്നിട്ടാണ് കമ്പൈലേഷൻ നടത്തുന്നത്. നെക്സ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പിന്നെ സോഫ്റ്റ്വെയർ റിസോഴ്സസിൻ്റെ മാനേജ് ചെയ്യുന്നതാണ്. പിന്നെ അത് കോമൺ സർവീസസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന് വേണ്ടി കുറേ കോമൺ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മെമ്മറി മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ് എക്സെട്ര. നെക്സ്റ്റ് വൺ ലോഡർ. ലോഡർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. ഈ ലോഡറാണ് പ്രോഗ്രാംസിനെ ലോഡ് ചെയ്യാനും പിന്നെ ലൈബ്രറീസിനൊക്കെ ലോഡ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഈ ലോഡറിനാണ്. പിന്നെ ഈ ലോഡർ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാംസിനൊക്കെ എടുത്ത് മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്തിട്ട് അതിനെ എക്സിക്യൂഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. Question number 74. What is the full form of the term FLOPS connected with supercomputer? ഇതിൻ്റെ ആൻസർ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 75. മെയിൻ ഫീച്ചർ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ഓപ്ഷൻ എ മെമ്മറി മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ബി പ്രോസസ് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ സി ഡിവൈസ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസിനെ മാനേജ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള കോമൺ സർവീസസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദം ആണ്, ഓൾ ഓഫ് ദ എബോ. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസും ചെയ്യും. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രോസസ്സും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യും. സോ നമ്മൾ ആദ്യം ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കാം. ഫസ്റ്റ് വൺ പ്രോസസ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് റൺ ആവുന്നുണ്ടെങ്കിൽ ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള CPU ടൈം പിന്നെ മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇതെല്ലാം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് പ്രോസസ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ മെമ്മറി മാനേജ്മെൻറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്തും കൊടുക്കും. പിന്നെ അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, മെമ്മറി സ്പേസിനൊക്കെ. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യും. സോ സെക്കൻഡ് വൺ മെമ്മറി മാനേജ്മെൻറ്റ് ആണ്. ആൻഡ് തേർഡ് വൺ ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ സിസ്റ്റത്തിൽ ഫയൽസ് ഓർഗനൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പിന്നെ അതിനെ ആക്സസ് ചെയ്യാനും വേണുമ്പോഴൊക്കെ നമ്മൾ ആക്സസ് ചെയ്യാനും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് മാനേജിങ് ഡയറക്ടറീസ്, നെയിമിംഗ് ഫയൽസ് ആൻഡ് കൺട്രോളിങ് ആക്സസ് ടു ഫയൽസ് ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യും. നെക്സ്റ്റ് വൺ ഡിവൈസ് മാനേജ്മെൻറ്റ്. OS ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ മാനേജ് ചെയ്യും, സച്ചസ് കീബോർഡ്സ്, മൈസ്, പ്രിൻറ്റേഴ്സ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. പിന്നെ യൂസർ ഇൻ്റർഫേസ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസേഴ്സിന് കമ്പ്യൂട്ടറിൻ്റെ കൂടെ ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യും. യൂസർ ഇൻ്റർഫേസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസസ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇതെല്ലാമാണ് യൂസർ ഇൻ്റർഫേസിൽ വരുന്നത്. പിന്നെ സെക്യൂരിറ്റി. നമ്മളുടെ സിസ്റ്റത്തിലുള്ള റിസോഴ്സസ് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അൺഓത്തറൈസ്ഡ് ആക്സസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൈറസ് അതുപോലെ മലീഷ്യസ് അറ്റാക്സ് ഇതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ്വെയർസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഒത്തൻറ്റിക്കേഷൻ, ആക്സസ് കൺട്രോൾ, എൻക്രിപ്ഷൻ ആൻഡ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൽ. പിന്നെ നെറ്റ്വർക്കിംഗ്. കുറേ ഇപ്പോൾ വരുന്ന മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലൊക്കെ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ്. ആൻഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്രോട്ടോകോൾസ് ഫോർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ, TCP, IP, പിന്നെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ടൂൾസ്. നെക്സ്റ്റ് വൺ എറർ ഡിറ്റക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എറേഴ്സിനൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഉള്ള എറേഴ്സൊക്കെ ഡിറ്റക്റ്റ് ചെയ്യും, സച്ചസ് ഹാർഡ്വെയർ ഫോൾട്ട്സ്, പിന്നെ സോഫ്റ്റ്വെയർ എറേഴ്സ് ആൻഡ് സിസ്റ്റം ക്രാഷസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്. ഇതിൽ വരുന്നതാണ് എറർ ലോഗിങ്, എറർ റിക്കവറി മെക്കാനിസം ആൻഡ് സിസ്റ്റം ഡയഗ്നോസ്. പിന്നെ മൾട്ടി ടാസ്കിങ് ആൻഡ് മൾട്ടി യൂസർ സപ്പോർട്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി പ്രോഗ്രാംസ് ഒരു സമയത്ത് തന്നെ മൾട്ടി പ്രോഗ്രാംസ് സൈമിൾട്ടേനിയസ്ലി റൺ ചെയ്യാൻ പറ്റുന്ന ഒരു capability ഉണ്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമിന്. ആൻഡ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യും.
ഇതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കെഡ്യൂളിംഗ് പ്രോസസ് സ്കെഡ്യൂളിംഗ്, പിന്നെ മാനേജിങ് യൂസ് ഓഫ് പെർമിഷൻസ്, ഇതെല്ലാം വേണം. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് സിസ്റ്റം യൂട്ടിലിറ്റീസ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷന് വേണ്ടിയും പെർഫോമൻസ് മോണിറ്ററിംഗ്, പിന്നെ ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് മെയിൻ്റനൻസ്, ഇതിനു വേണ്ടിയൊക്കെ കുറേ വെറൈറ്റി ഓഫ് സിസ്റ്റം യൂട്ടിലിറ്റീസ് ആൻഡ് ടൂൾസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്കമിങ് വീഡിയോസിൽ ഇതിൽ ബാലൻസ് ഉള്ള ടോപ്പിക്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. താങ്ക്